വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലസ് ടു സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ, പാർട്ട് സെക്കൻഡിലെ മൂന്നാമത്തെ ചാപ്റ്റർ അഥവാ സോഷ്യോളജിയിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള അഥവാ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തിരക്കഥ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഡെമോക്രസിയെക്കുറിച്ചും അതിലേക്ക് എത്തിയതും, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ രീതികൾ, അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ഒക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമുക്ക് നേരിട്ട് ആ ക്ലാസ്സിലേക്ക് പോകാം. ജനാധിപത്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനെ കുറിച്ചുള്ള ഒരു പാഠമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഡാഷ് ഭേദഗതിയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ വാർഷിക സമ്മേളനം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ രൂപരേഖ തയ്യാറാക്കാൻ എപ്രകാരമായി രേഖ കറാച്ചി സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ബേസിക് ആയിട്ടുള്ളത്. ജീവിക്കാനുള്ള അവകാശത്തെ പറ്റി റൈറ്റ് ടു ലൈഫ് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ വ്യാഖ്യാതാവ് അല്ലെങ്കിൽ ദ ലാസ്റ്റ് ഇൻ്റർപ്രറ്റർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇതിനെ കസ്റ്റോഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പറയുന്നതും സുപ്രീം കോടതിയാണ്, കസ്റ്റോഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 പഞ്ചായത്ത് രാജ് എന്ന പദത്തിൻ്റെ അർത്ഥം 5 വ്യക്തികളുടെ ഭരണം എന്നുള്ള രീതിയിലാണ്. ഗ്രാമസ്വരാജ്യം എന്ന ആശയം ഗാന്ധിജിയുടെ ആശയമാണ്, ഗ്രാമസ്വരാജ്. നഗരപാലിക ഭരണഘടന 74ാം ഭേദഗതി പ്രകാരം 1993 ജൂൺ 1 ഈ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നറിയപ്പെടുന്നു. കാസികളുടെ ഓരോ കുലത്തിനും സ്വന്തമായൊരു കൗൺസിൽ ഉണ്ടായിരുന്നു, അതാണ് ദർബാർ. ഇതൊക്കെയാണ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓൺവേർഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇതിൽ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പങ്കാളിത്ത ജനാധിപത്യം, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഒരു സംഘത്തിൻ്റെയോ ഒരു സമുദായത്തിലായിട്ടുള്ള അംഗങ്ങൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് കൂട്ടായി പങ്കെടുക്കുന്ന ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കേന്ദ്ര മൂല്യങ്ങൾ ഏതെല്ലാം എന്നുള്ളത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അഭിപ്രായ പ്രകടനത്തിനും സംഘടനക്കും സമ്മേളനത്തിനുമുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനും മതപരമായ നിഷ്പക്ഷത, പ്രായപൂർത്തി, വോട്ടവകാശം, സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം, ജനാധിപത്യ നീതി, പരമാധികാരം, സോഷ്യലിസം, റിപ്പബ്ലിക്, തുല്യത. ഇതൊക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കേന്ദ്ര മൂല്യങ്ങളായിട്ട് പറയുന്നത്. ഭരണഘടനയെ എങ്ങനെയാണ് വ്യത്യസ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. അപ്പോൾ ഈ വ്യത്യസ്തതായിട്ടുള്ള ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് ഭരണഘടന ചില അടിസ്ഥാന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ദരിദ്രരെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക എന്നുള്ളത് ഭരണഘടനയുടെ ലക്ഷ്യം തന്നെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, ജാതി വിവേചനം അവസാനിക്കുക എന്നുള്ളത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, ജാതി വിവേചനം, അയിത്തം ഒക്കെ നിയമം മൂലം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം തന്നെ നിരോധിച്ചിട്ടുണ്ട്.
അല്ലേ? പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും തുല്യരായിട്ട് പരിഗണിക്കുന്ന നടപടികൾ എടുക്കുക. റൈറ്റ് ടു ഈക്വാളിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ തുല്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഈക്വാലിറ്റി ബിഫോർ ദി ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ പറയുന്നുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പറയുന്നത്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തുല്യരായി പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ടു ഈക്വാളിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദമാക്കുക എന്നുള്ളത്. അപ്പോൾ സാമ്പത്തിക വികസനത്തിന് പദ്ധതികൾ തയ്യാറാക്കുക, അതുപോലെ തന്നെ സാമൂഹ്യനീതി വളർത്തുന്നതിന് ഉള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക, നികുതികൾ അതുപോലെ തന്നെ തിരിവുകൾ, ഡ്യൂട്ടീസ്, ടോളുകൾ, ഫീസുകൾ എന്നിവ പിരിച്ചെടുക്കുകയും അത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനായിട്ട് വിനിയോഗിക്കുക, അത് വികസനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൈമാറുന്നതിന് സഹായിക്കുക. ഇതൊക്കെയാണ് പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തം. സാമൂഹ്യക്ഷേമത്തിനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അവരെ ശ്മശാനങ്ങളൊക്കെ നടത്തുന്നത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ജനന മരണക്കണക്കുകൾ അത് രേഖപ്പെടുത്തി സൂക്ഷിക്കുക. ശിശുക്ഷേമ മാതൃത്വ കേന്ദ്രങ്ങൾ, അംഗനവാടി പോലെയുള്ള ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സ്കീം, ഇതെന്ത് ചെയ്യുക, അതൊക്കെ നടത്തുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കന്നുകാലി പൗണ്ടുകൾ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. വികസന പ്രവർത്തനത്തിന് അവരുടെ ഉത്തരവാദിത്തം റോഡുകൾ, പൊതുകെട്ടിടങ്ങൾ, കിണറുകൾ, കുളങ്ങൾ, വിദ്യാലയങ്ങൾ നിർമ്മിക്കുക എന്നുള്ള പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളൊക്കെ നിർമ്മിക്കുക. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കോട്ടേജ് ഇൻഡസ്ട്രി എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറുകിട ജലസേചന പ്രവർത്തനങ്ങൾ നടത്തുക, അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളത്. സംയോജിത ഗ്രാമവികസന പദ്ധതി, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ സംയോജിത ശിശു വികസന പദ്ധതി, നേരത്തെ പറഞ്ഞ ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ഇതിനൊക്കെ മേൽനോട്ടം നയിക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ ഉത്തരവാദിത്തമാണ്. എന്താണ് ന്യായ പഞ്ചായത്ത്? ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ന്യായപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് ന്യായപഞ്ചായത്ത്. അവർക്ക് പിഴ ചുമത്താൻ കഴിയും, എന്നാൽ ശിക്ഷ നൽകാനുള്ള അധികാരമില്ല. വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുക, സ്ത്രീധനത്തിൻ്റെ പേരുള്ള അതിക്രമവും അതുപോലത്തെ സ്ത്രീ പീഡനം, അക്രമവും ഇതൊക്കെ തടയുക എന്നുള്ളതാണ് ന്യായപഞ്ചായത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ടുള്ളത്. എന്താണ് വാൻ പഞ്ചായത്തുകൾ ചോദിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ് വാൻ പഞ്ചായത്തുകൾ? വനനശീകരണത്തിനെതിരെയുള്ള ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ ആരംഭിച്ചതാണിത്. വൻ പഞ്ചായത്തുകൾ ചെടി തൈകൾ, വൃക്ഷത്തൈകൾ നട്ടു വളർത്തി നിയമവിരുദ്ധമായിട്ട് മരം മുറിക്കൽ തടയുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ വനങ്ങൾക്ക് കാവലിരുന്നു. അതായത് സ്ത്രീകൾ മരങ്ങളെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കുന്ന ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം ഇവിടെ നിന്ന്. ചിപ്കോ പ്രസ്ഥാനം ബാറ്റ് നിർമ്മാണ കമ്പനി ഉത്തരാഖണ്ഡിൽ അവരുടെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ വനവിഭവങ്ങളിലെ കയ്യേറുന്ന സമയത്ത് ആ ജനവിഭാഗം അതിനെ എതിർക്കുന്നതാണ്. ദെൻ രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ നിയമാനുസൃതമായി ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ. വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ അവരെന്ത് ചെയ്യുന്ന സംരക്ഷിക്കുന്നതെന്ന്. എന്താണ് പ്രഷർ ഗ്രൂപ്പ്, സമ്മർദ്ദ ഗ്രൂപ്പ് അല്ലെങ്കിൽ സമ്മർദ്ദ സംഘങ്ങൾ എന്നാൽ എന്തെന്നാണ്? വ്യത്യസ്ത താല്പര്യ സംഘങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാനും ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ ചില ഗ്രൂപ്പുകൾ ബദൽ പാർട്ടികൾ രൂപീകരിക്കുകയും ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സമ്മർദ്ദ ഗ്രൂപ്പ്, പ്രഷർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഉള്ളൂ ഇതിൽ നോക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ള പാഠമാണ്. അപ്പോൾ നെക്സ്റ്റ് പാഠത്തിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.